മൈനിങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കോളെന്നുള്ള ഒത്തിരി സംഭവമുണ്ട്. നമ്മൾ നേരത്തെ വില്ലേജേഴ്സിനൊക്കെ കണ്ടായിരുന്നു സോഡ. രാത്രിയാണ് ഉറങ്ങുന്നതാണ് കേസുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് മൈനിങ് ചെയ്യാം. നമുക്ക് പോയി ഉറങ്ങാം. ഇടിയും മഴയൊക്കെയാണ് കേസ് രാവിലെ തന്നെ. ഏതവനാടാ നമ്മളാ വില്ലേജേഴ്സിനെ കാണിച്ചതരാ. ആ വില്ലേജേഴ്സ് അവിടെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആ വില്ലേജിലാണ് കേസ് താമസിച്ചത്. ഞാൻ പറയാൻ മറന്നുപോയി. അതാണ്ട് 3 വീടേ ഉള്ളു കേസ് ആ വില്ലേജ്. ഒരു കുഞ്ഞു വില്ലേജാണ്. ആ വില്ലേജേഴ്സിന് ഊക്കിയാണ് ഞാൻ ജീവിച്ച. ആ പന്നലെ എൻ്റെ എടുത്തു തുറക്കാറ് ക്രീപ്പർ പിടി പൊട്ടിത്തെറിക്കില്ല. പന്നര് ഇമാരൊന്നും രാവിലെ ആയിട്ട് പോകത്തില്ല. മാറി ഇവിടെ കാണും. ഒളിക്കട്ടെ മാറി. ഇത് നമ്മളെ സ്ഥലം. ഹലോ മിസ്റ്റർ, ഉറങ്ങുകയാണോ? എന്ത് പറ്റി? ഉറങ്ങിയിട്ട് സുഖമല്ലേ? ഇവിടെ ഈ വില്ലേജേഴ്സിനെ നോക്കിയാൽ ചേച്ചി. ഇവൻ ട്രേഡ് ചെയ്യാം. വേക്ക് വില്ലേജ് എടാ എഴുന്നേറ്റ് എനിക്ക് ട്രേഡ് ചെയ്യുമല്ലോ. താടാ എനിക്ക് നിന്നോട് ട്രേഡ് ചെയ്യണോടാ. വേക്ക് പോടാ. എന്തടാ നീ ഇവിടെ കിടക്കണം, ഞാനിവിടെ കിടന്നു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാടാ എഴുന്നേക്ക. ഞാൻ ആ കട്ടിയിൽ അടിച്ചു പൊട്ടി കേട്ടല്ല. ഈ അമ്മമാര് പോയോന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഫുഡ് തിന്നാനും പറ്റത്തില്ല. നമുക്ക് മൈനിങ് ചെയ്തേ പറ്റൂ. കാരണം പട്ടികൾ തന്നെ അടിച്ച് പൂട്ടിക്കോ പന്ന സ്കെൽട്ടൻ. നമുക്ക് മൈനിങ് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. വില്ലേജേഴ്സൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് പോവുക. പിന്നെ നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെസ്റ്റിലൊന്നുമില്ല. ആ വീട്ടിലെ ചെസ്റ്റിലായിരുന്നു. നമുക്കിവിടെ അങ്ങ് മൈനിങ് ചെയ്തങ്ങ് പോവാം. ഓക്കെ ഇവിടെ ഇങ്ങനെ അങ്ങ് മൈനിങ് ചെയ്തങ്ങ് പോവാം. അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടുന്ന് മൈനിങ് ചെയ്ത് ഞാൻ ഒരു സൂപ്പറാവും. എനിക്ക് ഒത്തിരി താരോട്ട് പോകണം. എന്നിട്ട് വേണം എനിക്ക് ഡയമണ്ട് തന്നെ കിട്ടാൻ. ഇതോടി മോനെ ഞാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ വില്ലേജേഴ്സിൻ്റെ ഒന്ന് എടുത്തതാണ്. വില്ലേജേഴ്സിനെ ഊക്കിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ശരിക്കുള്ള മൈൻക്രാഫ്റ്റാണ് കേസ്. ശരിക്കുള്ള മൈൻക്രാഫ്റ്റാണ്. ഇതിൻ്റെ ഐലൻഡ് സർവൈവറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഒത്തിരി ഫാൻസ് പറഞ്ഞായിരുന്നു. എത്ര അടി പോകണം? നീ അടി പോവാണെങ്കിൽ ആ ക്രീപ്പറിൻ്റെ ഗുഹ വല്ലതും രാത്രി ആവുന്നതിന് മുമ്പ് എല്ലാം മൈനിങ് ഒക്കെ ചെയ്യണം. ഈ പണിയാവും. നമ്മളെ ഈ ഡയമണ്ട് ഉടുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണം. നോക്കിക്കോണേ. അയ്യോ ഇതെന്താ? അത് ഞാൻ എടുത്തില്ല. അതുകൂടെ എടുത്തായിരുന്നെങ്കിൽ എൻ്റെ ഹെൽത്ത് ഫുള്ളായിരുന്നു. അമ്മമാരെയൊക്കെ ഞാൻ കൊന്ന് തള്ളിയേ. ഇയാൾ എത്ര കുടിച്ചിട്ട് താരോട്ട് പോകുന്നില്ല. ഞാൻ കുഴിച്ച് ഒത്തിരി താരം പോകും. എനിക്കിത് വയ്യ. എന്നാൽ ഞാൻ എഴുതിട്ട് ഒരെണ്ണം കുടിച്ചു. എങ്ങനെയെങ്കിലും ഡയമണ്ട് അടുത്തെത്തണം. ഞാൻ ഉള്ളെല്ലാം കുഴിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പം ഡയമണ്ടിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. നാടാ ഇവിടെ ഒരു സംഭവം കിടക്കുന്നു. ഇതെന്താ? ഇതൊക്കെ നമുക്ക് എടുക്കാനുള്ളതാ. അയ്യോ ഇവിടെ ഒത്തിരി ഉണ്ടടേ. ഫോനെ ഗോളടിച്ചു. ഇതുണ്ടായതുകൊണ്ട് ഞാൻ ജയിച്ചു. ഇത്രയും മണ്ടയ്ക്കോട്ട് ഇനി കയറി പോകണം. അത് ഞാൻ സെറ്റ് ആയിക്കോളാം. ഞാൻ ക്രിയേറ്റിവിറ്റിയിൽ ഇട്ടിട്ട് ഞാനങ്ങ് പോകും. ഞാനങ്ങ് മണ്ടയ്ക്ക് കയറി പോകും. എനിക്കിനി കട്ട വേസ്റ്റാക്കാൻ വയ്യ. ആ പാടെ എത്ര കട്ടപ്പെട്ട കട്ടയെല്ലാം ആക്കിയേ. എത്ര എന്തുകൊണ്ട് നമ്മളെ ഇപ്പം മോളെ പോളി. നമ്മളെ ഒത്തിരി ക്രാഫ്റ്റിംഗ് ഒക്കെ എല്ലാം ചെയ്യാനുണ്ട്. നമുക്ക് ഡയമണ്ട് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുമോ? അപ്പം എന്നാ ഡയമണ്ട് മൈനിങ് മോനെ റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടാക്കാനുള്ള സാധനം കിട്ടി. നമുക്ക് ഈ വരി ഇങ്ങനെ പോവാം. ഈ വരി പോകുമ്പോൾ നല്ല രസമാണ്.
അയ്യോ നമുക്ക് കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. നമുക്ക് നമ്മളെ ഗോൾഡൻ ഇത് ഉപയോഗിക്കാം. നമ്മളെ ഡയമണ്ട് ഒന്നും ഇല്ല, നമ്മൾ ഗോൾഡനൊക്കെ നേരത്തെ എടുത്തായിരുന്നു ഗോൾഡ്. ഇപ്പൊ കുറച്ച് സ്പീഡായി, നേരത്തെയോ ഭയങ്കര ഇതായിരുന്നു. നമുക്ക് അയൺ കോളത്തിനെല്ലാം ഉണ്ടാക്കണം. അയൺ കോളത്തിനെല്ലാം ഞാൻ ക്രിയേറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടിരുന്നേ. അതല്ലേ ഒരുത്തൻ പറയുന്നത്, ബ്രോ സർവൈവൽ ബ്രോ പ്ലീസ് ബ്രോ, ഫാൻ ഓഫ് സർവൈവൽ. ഓക്കെ, നമ്മൾ പതുക്കെ ഇങ്ങനെ പോയി ഡയമണ്ടൊക്കെ എടുത്തിട്ട് അങ്ങ് വരും, അത്രേ ഉള്ളൂ. ഇപ്പോഴൊന്നും കിട്ടത്തില്ല. എന്തൊക്കെ കിട്ടിയെന്ന് നോക്കട്ടെ. ഓക്കെ ഒന്നുമില്ല. മോനെ, ഇതെന്തോ സാധനം? അയൺ ഓണെന്നൊക്കെ പറയും. അയൺ കട്ട നമുക്ക് വേണമെങ്കിൽ, എന്നിട്ട് വേണം എനിക്ക് അയൺ കോളത്തിന് ഒന്ന് റീമേക്ക് ചെയ്യാൻ. ക്രിയേറ്റിവിറ്റിയിൽ അയൺ കോളത്തിന് ഇവിടെ കൊണ്ടുവരാം. മോനെ, റെഡ് സ്റ്റോൺ കിട്ടി. റെഡ് സ്റ്റോണൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചേ. റെഡ് സ്റ്റോണിൽ വെട്ടുമ്പോൾ ഇത് ഡയമണ്ട് കളർ പോലെ. മാറി നിൽക്കൂ. ഇവിടെ എല്ലാം റെഡ് സ്റ്റോണാണ്. അയ്യോ, നമ്മളെ പിക്കാസ് പൊട്ടി റെഡ് സ്റ്റോൺ പൊട്ടിച്ചപ്പോൾ. പിക്കാക്സ് 2 എണ്ണം കൂടെ എടുക്കേണ്ടതായിരുന്നു. ഓക്കെ അവിടെ റെഡ് സ്റ്റോൺ താര വീണ് കിടക്കുന്നത്. റെഡ് സ്റ്റോൺ താഴെ എടുത്തോ നമ്മൾ? ഇല്ല, പോ. ഇത് മാറ്റി, എന്നിട്ട് ചാടിപ്പോ. ചാടി ഓടയും കിടക്കാൻ ഒത്തിരി. ഈ വഴി നമുക്ക് മൈനിങ് ചെയ്ത് പോകും. ഇത് ബെറ്റർ ഐഡിയാണ്. ടോർച്ചൊന്നും ഇല്ല, നമുക്ക് ടോർച്ച് വെച്ചേക്കാം. ടോർച്ച് അയ്യോ നമ്മളെ വീട്ടിലെ ചെസ്റ്റിലാണ്. കൊള്ളാം, നമ്മളെല്ലായിടത്തും പറക്കി വെച്ച്. ഒന്നുമില്ല, നമുക്ക് പോവാം. ക്രിയേറ്റിവിറ്റി ഇട്ടിട്ട് വണ്ടയ്ക്കാൻ കയറിപ്പോ. ഇവിടെ മൈനിങ് ചെയ്യാൻ എന്തോത്തിനാണ് ഞാൻ വന്നതെന്ന് ഒരു പറയത്തില്ല. അവിടെ ഡേർട്ടാണ്. ഡേർട്ട് പോകണം കുറച്ചെടുത്ത്. ഡേർട്ടൊക്കെ തീരാറായിരിക്കുക. ഡേർട്ട് തീരാറായതാ. ഞാൻ പോയി ഡേർട്ട് എടുക്കട്ടെ. ഡേർട്ട് ഡേർട്ട് എനിക്ക് എടുത്തേ പറ്റൂ. ഡേർട്ട് എന്തും എടുക്കാൻ പറ്റാതെ ഈ പന്ന ഇത് കാണുമോ മണ്ടായിരിക്കുന്നത് ഈ സാധനം കൊണ്ട്. ഇത് അയ്യോ, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തുവാ? ഇത് നമുക്ക് ഇങ്ങനെ നമ്മളെല്ലാ കട്ടയും കൊണ്ടുവന്ന് വെച്ച് കൊണ്ട് നമ്മൾ ഒരു കട്ടയും എടുത്തിട്ടില്ല. നമുക്ക് ക്രിയേറ്റിവിറ്റി പോകാം ഗൈസ്. ക്രിയേറ്റിവിറ്റി ചെന്നിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി ചെല്ലാം. എനിക്ക് വയ്യ ഗീസ്, ഇത്രയും പണിയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. മൈനിങ്ങാക്കല ഒരു വില്ലേജിനെ കിട്ടിയത് തന്നെ ഭാഗ്യമായി. സ്നോ വേൾഡിൽ ഒരു വില്ലേജ് ഉണ്ടെന്ന് കണ്ട് പറയുന്നത് കേട്ട്. മറ്റേമാരെ അഡ്വാഞ്ചർ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയില്ല. ലോഡാവുകയാണ് ഗൈസ്. നമ്മളെ റീസ്പോൺ പോയിന്റിൽ നമ്മൾ പോകും. നമ്മളെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം വില്ലേജസിൻ്റെ അടുത്ത് പോകാൻ എൻ്റെ മൈൻ കാർട്ടൊക്കെ ഉണ്ട്. നമ്മളെ ചെസ്റ്റിൽ കയറ്റി വെച്ചേക്കുക. അതുണ്ടാക്കണം. പക്ഷെ രാത്രി ആകുമ്പോൾ പണിയാവും. രാത്രി അമ്മാർ വിടും പന്ന നാളികൾ. അമ്മാരോട് ഞാൻ ഫൈറ്റ് ചെയ്യും. എനിക്ക് അമ്മാരെ പേടിയൊന്നുമില്ല. അമ്മാർ പണ്ടേ ഉള്ളതാണ്. പണ്ടേ എൻ്റെ കൂടെ കളിക്കുന്ന അമ്മാർ. പിന്നെ എനിക്കെന്താ പേടിയോ? ചാടി പറക്ക്. അയ്യോ, പറക്കാൻ പറ്റുന്നില്ല. ഈ വരി എങ്ങോട്ടാണ് പോകണ്ട? ഈ വരിയാണ്. ഇനി ഏത് വരിയാ? ഈ വരി ഏത് വരിയാ? ഇവിടുന്ന് ലെറ്റ്സ് ഗോ. ഇതൊക്കെ മൂടി വെച്ചേക്കാം, ഇല്ലെങ്കിൽ മറ്റേമാര് വന്ന് ഇതിനകത്ത് ചാടട്ടെ. നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കിയിടാം. നമ്മളെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിടാം. റെഡ് സ്റ്റോൺ ഡസ്റ്റ് കിട്ടി. അതിൽ ഈ ഡേർട്ടില്ലേ, ഡേർട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. വ്യത്യാസം അങ്ങ് പോകും. എന്നിട്ട് ഡേർട്ട് വെച്ച് നമുക്ക് മൂവ്.
ഗോസ്റ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ വില്ലേജസേ സുഖല്ലേ? നമ്മള് ചെസ്റ്റിലൊക്കെ എല്ലാം മുട്ടയെല്ലാം എടുത്ത് വെച്ചേക്കുന്നു. ആ മുട്ട എടുക്കണം. ഓ മാറി നിക്ക് നമുക്കൊരു ചെസ് ക്രിയേറ്റിവിറ്റി ചെന്നേല്. നമ്മൾ ക്രിയേറ്റിവിറ്റി ഇപ്പഴാണ് ഗസ്റ്റ് ചെല്ലുന്നത്. ക്രിയേറ്റിവിറ്റി ചെന്നേല് വെറുതെ കുറച്ച് കോഴിയെ ആണ്ടെങ്കിലും മുട്ട എടുത്ത് വെച്ചേക്കാം. ചെസ്റ്റിലോട്ട് കയറ്റിയേക്കാം. പോരെ ചെസ്റ്റിലോട്ട് കയറ്റിയേക്കാം. അത് നമുക്ക് ചെസ്റ്റിലോട്ട് ഇത് ഇത്രയും കയറ്റണം. അടുത്ത് നമുക്ക് പിന്നെ അതെടുത്തിട്ട് എന്തെങ്കിലും നോക്കണം. നിൽക്കട്ടെ. നമുക്ക് മുട്ടകളാണ് വേണം. മുട്ട ക്രീപ്പറിൻ്റെ ഹെഡൊന്നും വേണം. നമുക്ക് മുട്ട വേണം. മുട്ട ഇവിടെ വെറുതെ ഇങ്ങനെ വന്നില്ല. നമുക്ക് മുട്ട കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോവാം. ചിക്കൻ്റെ ആണ്ടിലൊക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മളെ വീടിൻ്റെ ചെസ്റ്റിൽ ഒത്തിരി സ്ഥലം ഉണ്ടാകേണ്ട അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. അങ്ങനെ ഉണ്ട്. എന്തുവാ ചിക്കൻ വേണം. എന്തുവാ പൊളവീർ വേണ്ട. ആ സൂപ്പ് വേണം. ഷിപ്പുണ്ട്. എന്താ പിഗുണ്ട്. എനിക്ക് കൗ വേണം. ആ കൗ പറഞ്ഞപ്പോൾ തന്നെ കൗ വന്ന്. ഈ ഹോർസ് എടുക്കാൻ പറഞ്ഞു. എന്ത് ഹോർസ്? ഡോങ്കി, ബാറ്റ്, ഹോർസ്. ആ ഹോർസ് മതി. ഹോർസിന് നമ്മൾ ഹോറി എന്ന് വിളിക്കും. കാരണം ഹോർസിൻ്റെ പേര് തന്നെ ഹോറി എന്നുണ്ടല്ലോ. ഇതൊക്കെ കൗ നമ്മളെ ഫാമിലോട്ട് വിളിക്കാം. അയ്യോ കൗ നേരത്തെ ഉണ്ടോ? ഒരു ചിക്കനെയും കൂടെ അങ്ങ് വിളിക്കാം. ചിക്കൻ വൂൾഫ്. അയ്യോ വൂൾഫ് കൗവിനെ അടിച്ച് കുട്ടിക്കും. ചിക്കൻ ഇവിടെ കിടാ. എൻ്റെ പിഗ് ഇവിടെ കിടാ. അവിടെ ഷിപ്പും ഇവിടെ കിടാ. അയ്യോ അവിടെ മാറിക്കടാ. കുഞ്ഞു ഫാമായോണ്ട് പണിയാവും. ഓക്കേ. അയ്യോ ഡാ സോറ ബ്രോല്ലേ അതിനു വേണ്ടി നമ്മൾ വേറൊരു സ്ഥലം ഉണ്ടാക്കുമല്ലോ. യെസ് അത് ഈ എൻഡ്രായി നമ്മൾ നേരത്തെ വേട്ടയാടി പിടിച്ചോണ്ട് എൻഡ്രായിയൊക്കെ എല്ലാം ഇവിടെ നമുക്ക് അവനൊരു സ്ഥലം ഉണ്ടാക്കാം. അവന് പറ്റത്തില്ല. അവനില്ലാതെ എനിക്ക് പറ്റത്തില്ല. അവനെ ഞാൻ ഇവിടെ സ്പോൺ ചെയ്യും. അവിടെ ചിക്കനും ഇതും കൂടെ വയക്കുണ്ടാക്കാറാണ്. അവിടെ കടിക്കാറാ പാവോടാ. അവന് നമ്മൾ വേറെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. നീ എങ്ങനെ പോടാറക്ക. ഓ സ്പൈഡർ കളിക്കാൻ സാധ്യതയുണ്ട്. അയ്യോ അത് ക്രിയേറ്റിവിറ്റി അല്ലേ. നമുക്ക് ഇവിടെ അവരൊരു വീട് ഉണ്ടാക്കാം. വേണ്ട ഒട്ടും വേണ്ട. അവിടെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് തൽക്കാലം ഉണ്ടാക്കാം. ഇത് എടുക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കും ഒരു ഫാം. ഇത് എടുക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കും ഒരു ഫാം നല്ലതല്ലേ. ഫാം കൊള്ളാത്തൊരു ഫാമായിട്ടാണ് എനിക്ക് തോന്നിയത്. വൈറ്റൂളിയോടെ അവന് ഇഷ്ടപ്പെട്ടില്ലേ. ഇവിടെ വെച്ചേക്കാം. വെറുതെ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കാം. എൻ്റെ സൈഡിൽ അത് പോവാതിരിക്കാനേ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കാം. ഈ സൈഡിൽ വെച്ചേക്കാം. ഇങ്ങനെ വെച്ചേക്കാം. പിന്നെ ഇങ്ങനെ അവൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ട് കേസ്. കാരണം അവൻ കേസിൻ്റെ ബുദ്ധിശാലി. നമ്മൾ ഇവിടെ കുറച്ച് ഷിപ്പ് 2 ഷിപ്പിന് ഇവിടെ വിളിക്കാം. ഓക്കെ നിങ്ങൾ ഷിപ്പ് കൂട്ടോ. ഓക്കെ എടാ അവന് ദേഷ്യം നിങ്ങൾ ഇങ്ങോട്ട് വന്നാലല്ലോ നിന്നെ ഞാൻ അടിച്ച് കൂട്ടി. ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.